Hello everyone, in നമ്മൾ ചെയ്യാൻ പോകുന്നത് comparing quantities എന്ന ചാപ്റ്ററിലെ exercise 8.3 question number 1. So question ഇതാണ്, tell what is the profit or loss in the following transactions. Also find profit percentage and loss percentage in each case. അപ്പോൾ നമുക്ക് first പറഞ്ഞിരിക്കുന്നത് gardening shears bought for rupees 250 and sold for rupees 325 എന്നാണ്. അപ്പോൾ ഇത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിച്ച പ്രൈസും നമ്മൾ സെല് ചെയ്ത പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. ഓക്കെ, അപ്പോൾ സെല്ലിംഗ് പ്രൈസ് ആണ് കൂടുതലെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമുക്ക് പ്രോഫിറ്റ് ആണ് ഉണ്ടായത്. ഇനി കോസ്റ്റ് പ്രൈസ് ആണ് കൂടുതലെങ്കിലോ നമുക്ക് എന്ത് പറയാം, നമ്മുടെ ലോസ് ആയിരുന്നു അല്ലേ. നമ്മൾ വാങ്ങിച്ച പ്രൈസാണ് കൂടുതലെങ്കിൽ നമുക്ക് എന്ത് പറയാം, വാങ്ങിച്ച പ്രൈസ് കൂടുതലാണെങ്കിൽ നമുക്ക് ലോസ് ആണ് അല്ലേ. സെല് ചെയ്ത പ്രൈസിനേക്കാളും കൂടുതലാണ് നമ്മൾ വാങ്ങിച്ച പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടായത് ലോസ് ആണ്. അപ്പോൾ ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. രണ്ടും എന്താണ്? നമ്മൾ ഇതിൻ്റെ ഡിഫറൻസ് ആണ്, സെല്ലിംഗ് പ്രൈസും കോസ്റ്റ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് കൂടുതലാണെങ്കിൽ നമുക്ക് ലോസ് ആയിരിക്കും ഉണ്ടാവുക, സെല്ലിംഗ് പ്രൈസ് ആണ് കൂടുതലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആണ് ഉണ്ടാവുക. ഇനി പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ലോസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലോസ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗാർഡനിങ് ഷീയേഴ്സ് ബോട്ട് ഫോർ rupees 250. നമ്മൾ വാങ്ങിച്ച പ്രൈസ്, കോസ്റ്റ് പ്രൈസ് എത്രയാണ്? കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 250 ആണ് അല്ലേ. കോസ്റ്റ് പ്രൈസ് ഇസ് ഈക്വൽ ടു 250 റുപ്പീസ്. ഓക്കെ, ഇനി സെല്ലിംഗ് പ്രൈസ് എന്താണ്? സോൾഡ് ഫോർ rupees 325. സെല്ലിംഗ് പ്രൈസ് ഇസ് ഈക്വൽ ടു rupees 325. ഓക്കെ, അപ്പോൾ ഇവിടെ ഏതാണ്? കോസ്റ്റ് പ്രൈസ് ആണോ കൂടുതൽ, സെല്ലിംഗ് പ്രൈസ് ആണോ കൂടുതൽ? സെല്ലിംഗ് പ്രൈസ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഉണ്ടായത് എന്താണ്? പ്രോഫിറ്റ് ആണ്. സോ പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു 325 മൈനസ് 250. ഓക്കെ, സോ 12 മൈനസ് 5 7. സോ 75 റുപ്പീസ് ആണ് നമുക്കുണ്ടായ ലാഭം. അപ്പോൾ ഇതിനെ നമുക്ക് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണ്? പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് എത്രയാണ്? 75 ബൈ കോസ്റ്റ് പ്രൈസ്. കോസ്റ്റ് പ്രൈസ് എത്രയായിരുന്നു? 250 ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ 0 ക്യാൻസൽ ചെയ്തു. ഓക്കെ, എത്ര 25 ഉണ്ട് 75-ൽ? 3 ഇൻറ്റു 10 ദാറ്റ് ഇസ് 30. സോ 30% ആണ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടായത്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണ്? 30% ആണ് പ്രോഫിറ്റ്. എത്ര റുപ്പീസാണ്? 75. ക്ലിയർ? ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A refrigerator bought for rupees 12,000 and sold for rupees 13,500. അപ്പോൾ ഇവിടെ സെല്ലിംഗ് പ്രൈസ് ആണ് കൂടുതൽ. അപ്പോൾ ഇതാണ് സെല്ലിംഗ് പ്രൈസ് കേട്ടോ. ഇതാണ് സെല്ലിംഗ് പ്രൈസ്, ഇതാണ് നമ്മുടെ കോസ്റ്റ് പ്രൈസ്. സോ സെല്ലിംഗ് പ്രൈസ് ആണ് കൂടുതൽ, അപ്പോൾ നമുക്ക് ഉണ്ടായത് എന്താണ്? പ്രോഫിറ്റ് ആണ്. സെല്ലിംഗ് പ്രൈസ് ഗ്രേറ്റർ ദാൻ കോസ്റ്റ് പ്രൈസ്. ഓക്കെ, സോ നമുക്ക് ഉണ്ടായത് പ്രോഫിറ്റ് ആണ്. അപ്പോൾ പ്രോഫിറ്റ് എന്താണ്? പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് എത്രയായിരുന്നു? 13,500. സോ 13,500 മൈനസ് 12,000. സോ 1,500 ആണ് നമുക്കുണ്ടായ പ്രോഫിറ്റ്. സോ ഇതിന് പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണെന്ന് നോക്കാം. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു പ്രോഫിറ്റ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ഓക്കെ, പ്രോഫിറ്റ് എത്രയാണ്? 1,500 അല്ലേ. സോ 1,500 divided by 12,000 into 100.
ഓക്കെ, സീറോസ് ക്യാൻസൽ ചെയ്തു. ഓക്കെ, ഇതിൽ എത്ര 3 ഉണ്ട്? ഇങ്ങനെ ഒരു 0 കൂടെ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഇനി ഇതിൽ എത്ര 3 ഉണ്ട്? ഇതിൽ 5 3s ഉണ്ട് അല്ലേ? സോ 50. ഇതിൽ എത്ര 3 ഉണ്ട്? 4. സോ 50/4 എന്ന് വരും. 50/4, that is 25/2, that is equal to 12.5. So that is 12.5%. Profit percentage എന്ന് പറയുന്നത് 12.5 ആണ്. Profit percentage is 12.5. So ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. Next one. A cupboard bought for rupees 2,500 and sold at rupees 3,000. Okay, so 2,500 വാങ്ങിച്ചിട്ട് അത് സെൽ ചെയ്തത് 3,000-നാണ്. ഓക്കെ, സോ സെല്ലിംഗ് പ്രൈസ് ആണ് ഇവിടെ ഗ്രേറ്റർ അല്ലേ? സെല്ലിംഗ് പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ ദി കോസ്റ്റ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് ഗ്രേറ്റർ ദാൻ കോസ്റ്റ് പ്രൈസ്, വിച്ച് മീൻസ് നമുക്കുണ്ടായത് പ്രോഫിറ്റ് ആണ് അല്ലേ? സോ എത്രയാണ് പ്രോഫിറ്റ് ഉണ്ടായത്? പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 3,000. സോ 3,000 minus 2,500, so that is equal to 500 rupees. 500 rupees ആണ് നമുക്കുണ്ടായ പ്രോഫിറ്റ്. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എങ്ങനെ എഴുതും? പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു പ്രോഫിറ്റ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. പ്രോഫിറ്റ് എത്രയാണ്? പ്രോഫിറ്റ് 500 ആണ് പ്രോഫിറ്റ് ഉണ്ടായത്. 500 divided by 2,500 into 100. Okay, cancel ചെയ്തു. 25-ൽ ഓക്കെ, ഇതിൽ 4 times അല്ലേ? 5 into 4 20. So 20. Profit percentage എത്രയാണ്? 20. Profit percentage is 20. Clear? Next question. A skirt bought for rupees 250 and sold for rupees 150. ഓക്കെ, അപ്പോൾ 250-ക്ക് വാങ്ങിച്ചിട്ട് നമ്മൾ സെല് ചെയ്തത് 150-ക്കാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സെല്ലിംഗ് പ്രൈസ് ആണോ കൂടുതൽ, കോസ്റ്റ് പ്രൈസ് ആണോ കൂടുതൽ? സെല്ലിംഗ് പ്രൈസ് ഈസ് ലെസ് ദാൻ കോസ്റ്റ് പ്രൈസ് അല്ലേ? കോസ്റ്റ് പ്രൈസ് ആണ് കൂടുതൽ. അപ്പോൾ നമുക്ക് ഉണ്ടായത് ലോസ് ആണ്. എത്രയാണ് ലോസ് ഉണ്ടായത്? ലോസ് ഈക്വൽ ടു, ലോസ് എത്രയാണ്? കോസ്റ്റ് പ്രൈസ് നോക്കുക. കോസ്റ്റ് പ്രൈസ് 250 ആയിരുന്നു അല്ലേ? സോ 250 മൈനസ് 150. സോ 100 rupees നമുക്ക് നഷ്ടം ഉണ്ടായി ഇവിടെ അല്ലേ? ₹100 നമുക്ക് ലോസ് ആണ് ഉണ്ടായത്. അപ്പോൾ ലോസ് പെർസെൻറ്റേജ് എന്തായിരിക്കും? ലോസ് പെർസെൻറ്റേജ് ഇസ് ഈക്വൽ ടു ലോസ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ഓക്കെ, സോ ലോസ് എത്രയാണ്? ലോസ് 100 ആണ്. 100 ബൈ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 250 ഇൻറ്റു 100. സോ 0 ക്യാൻസൽ ചെയ്തു. 100 ഡിവൈഡഡ് ബൈ 25, ദാറ്റ് ഈസ് 4. സോ 40. 4 ഇൻറ്റു 10, ദാറ്റ് ഈസ് 40. ഓക്കെ, സോ 40% ആണ് നമുക്കിവിടെ ഉണ്ടായ ലോസ്. ക്ലിയർ? സോ ഇത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Till then, bye.